Hello? Ow! അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തൊണ്ടവേദന. അപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ. സോ ഇനി നമുക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിച്ച് ഓൾറെഡി ഗ്ലാസ്സിൽ. ഐ തിങ്ക് നൗ ഇറ്റ്സ് ഇഞ്ചി. ഇങ്ങനെ ചെയ്യുന്നത് അത് കുക്കിംഗ് വീഡിയോയിലൊക്കെ കാണാം. എല്ലാറ്റിങ്ങളും ഇങ്ങനെ പിടിക്കും. പെട്ടെന്ന് ചെയ്യും. ഒരു 5 വീഡിയോ എടുത്തിട്ട് അതിൽ ഒരെണ്ണം ശരിയാവുണ്ടാവില്ല. അല്ലാണ്ട് ഞാൻ എന്താ പറയുക, എത്ര നേരം പ്രൊഫഷണലിസം തന്നെ. നമ്മുടെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. തിളച്ച വെള്ളമായതിനാൽ ഐ തിങ്ക് എനിക്കിത് മൊത്തം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് പകുതി മറ്റേ വെള്ളം ഒഴിക്കേണ്ടി വരും. നല്ല തിളച്ച വെള്ളമാണ്, തൊണ്ടേക്ക് ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഐ തിങ്ക് some normal water. Let's go. നമുക്കിന്ന് അടയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. I just don't like it, so it's fine. നല്ല തുടക്കം തന്നെയല്ലേ. എന്തെങ്കിലും കുക്ക് ചെയ്യുക വേഗം, എന്നിട്ട് എക്സസൈസ് തുടങ്ങാൻ വിചാരിച്ചു. കാരണം 11 മണിക്ക് രണ്ടാണ് ഞാൻ എണീറ്റിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ടിക്കറ്റും എടുപ്പിച്ച് എന്നെ കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞതാണ്, പക്ഷേ പിന്നൊന്നും ആയില്ല. പിന്നെ തന്നെ എടുത്ത് അതിനി 2:45 കേട്ടോ. ഇനി അത് നമുക്ക് കണ്ടറിയാം എപ്പോൾ പോകുന്നു. ഞങ്ങളുടെ പോക്കാണ്. ഇനി ഇത് കഴിഞ്ഞ് എക്സസൈസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുളിക്കാൻ പോകാൻ. അപ്പോൾ എന്തായാലും പോയി എക്സസൈസ് ചെയ്യാം. So, is that basically off by JYP? 2, 3, 4, 5. Then you thought, well, you need to develop your mood. And now I'm going to wrap it up with the music video for District 9, the song that my കുഴപ്പമില്ല, ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് സീനില്ല. ഓരോ ചെയ്യുമ്പോൾ ഓരോ ഡ്രസ്സുകളും എത്തിക്ക് വന്നതൊക്കെ ഞാൻ പറഞ്ഞ ഇൻസെക്യൂരിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ കാണുന്നുണ്ടോ, കാല് കാണുന്നുണ്ടോ, മറ്റേ കാണുന്നുണ്ടോ, അങ്ങനെ വന്നിട്ട് ഞാൻ ഫുള്ളി ഡ്രസ്ഡായി. സോ ഐ ഹോപ്പ് യു ഗൈസ് മനസ്സിലാക്കുമെന്ന്. അപ്പോൾ 2:30-ക്കുള്ള പടത്തിന് 2:45 പടത്തിന് 2:45 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്താ അവസ്ഥ? പിള്ളേർ അവരെയും കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞു. അപ്പം ഞാനത് അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സിനിമയ്ക്ക് 3 മണിക്ക് എത്തിയിട്ടാ. ഇപ്പം അതേ പോപ്കോൺ വന്ന് നമുക്ക് ഇൻ്റർവെല്ലായി. വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഭാഗ്യപടം കണ്ടിട്ട് വരാം ഞാൻ. ഇത് കഴിഞ്ഞ് നൈസായിട്ട് കുറച്ച് വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പടം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ട് വരാം. അമ്മേനവിടെ എത്തിയിട്ടാണ് പോകുന്നുള്ളൂ. ഞാനിത് ഉമ്മയും കൂട്ടിയിട്ട് പോപ്കോൺ വാങ്ങാൻ കയറി. അങ്ങനെ അപ്പം ശരി, ബൈ, നമുക്ക് പിന്നെ കാണാം.
പടം അടിപൊളിയായിരുന്നു. ലൈക്ക് എനിക്കൊരു നല്ല ഫീൽ ഗുഡ് മൂവിയായി തോന്നി. ലേറ്റായി വന്നെങ്കിലും ഞങ്ങൾ ചാവക്കാട് എത്തിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു വെജിറ്റബിൾസ് വാങ്ങാൻ പോകണമെന്ന്. എന്നോട് ATM എടുക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു. ഞാനിതാ അവിടെ തെണ്ടിത്തിരി നടക്കുന്നുണ്ട്. എന്ന് ചാവക്കാട് വന്നാലും ഷേക്ക് ഇല്ലാണ്ടേക്ക് പോരാൻ പറ്റില്ല. ഇന്ന് അതില്ലാണ്ട് പോരേണ്ട അവസ്ഥ വന്നു. അവർ കട്ട്ലേറ്റും കോഫിയും കുടിച്ചു. ബട്ട് ഞാൻ കഴിച്ചു. എല്ലാ വിഷയണ്ട ആ സാധനം പൊക്കി പിടിച്ചിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ കുത്തി കയറിയിട്ട് ഇറങ്ങാൻ പറ്റാണ്ട് ഇപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. സോ വീട്ടിലേക്ക് ഇപ്പോൾ എത്തുന്നുള്ളൂ. വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കിട്ടും. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ആ ഫുഡ് കഴിച്ചത് തന്നെ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും പോയി ഉണ്ടാക്കണം. സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിയിട്ടുണ്ട്. സോ ഐ തിങ്ക് അത് പോയി കഴിക്കാം. സംഭാരം ഇത് കുടിക്കാം. ഐ തിങ്ക് ഡയറ്റുള്ള സമയത്ത് ഇത് വാങ്ങി. അവരെല്ലാവരും മറ്റേ കട്ട്ലേറ്റും കോഫിയൊക്കെ ഇരുന്ന് കുടിച്ച് എനിക്ക് തരാണ്ട്. ആ സോനയുടെ വഴി കൂടെ പോണേർത്ത് കൃഷ്ണ എനിക്ക് കൺട്രോൾ തരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ നടന്നത്. കാരണം അവിടെ കൂടി പോകുമ്പോൾ ബർഗറും ഷേക്കും എന്നെ മാടി വിളിക്കരുത്. എപ്പോഴും ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ നിന്ന് വാങ്ങും. എനിക്ക് എന്നെ ബർഗർ എൻ്റെ ഷേക്കനും നന്നായി മിസ് ഔട്ട് ചെയ്യണേ. അവർ അറ്റ്ലീസ്റ്റ് കട്ട്ലേറ്റെങ്കിലും നോക്കിയിരുന്നു. അവർ തിന്നണത് ഒരു കട്ട്ലേറ്റ് കോഫി കുടിക്കുന്നത് നോക്കിയിരുന്നു. കാരണം അതിൽ കൂടുതൽ അവർ കഴിച്ച് അവരെ വെട്ടെന്ന് അവർക്കറിയാം. എല്ലാം എനിക്ക് വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം.นั่นแหละคือเป้าหมายของโครงการนี้ส่งที่เท่าแก่เป็นคนที่เริ่มขึ้นมาอย่างที่รู้กันว่าท่านเป็นเหมือนนักบุญใน